ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ആസാം സ്റ്റേറ്റിലെ കാമക്യ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഈ കാമക്യ എന്ന് പറയുന്ന സ്ഥലത്തിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. അവിടെ ഒരു നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ അമ്പലം പോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു അമ്പലമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഈ ഒരു അമ്പല ദർശനമാണ് കേട്ടോ. നമുക്ക് നോക്കാം അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കുറേ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പോകണം എന്നുള്ളത്. പക്ഷേ ഇന്നാണ് നമുക്കൊരു സമയം കിട്ടിയത് പോകാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണുള്ളത്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഗൈസ്, അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ ഇതുപോലൊരു കൊട്ടയിൽ നമുക്ക് ഭഗവാന് കൊടുക്കാനുള്ള കുറച്ച് പ്രസാദങ്ങളും തേങ്ങയും കാര്യങ്ങളൊക്കെ അവർ നമ്മളെ കയ്യിൽ തരും. നമുക്ക് ഈ പോകുന്ന വഴിയിൽ നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും ആൾക്കാർ അവിടെ നെയ്വിളക്കുകളൊക്കെ അവർ തന്നെ നിറച്ചിട്ട് ഉണ്ടാക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്നത് വാങ്ങിച്ച് കൊണ്ടുപോകണമെങ്കിൽ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാം. നമ്മളെ അമ്പലത്തിലെ മെയിനായിട്ടുള്ള എൻട്രൻസിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു വഴി ഇങ്ങനെ നടക്കണം. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ഒരിത്തിരി സ്പീഡാക്കിയിട്ട് പോകാം. നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. അവിടെ നല്ല തിരക്കാണ്. ഓൾറെഡി ഉള്ളിലോട്ട് കയറാൻ പറ്റുന്ന സിറ്റുവേഷനിലാണോ എന്നുള്ള കാര്യം അറിയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അവിടെ വരെ പോയി നോക്കാം നമുക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പുറത്ത് കാണുന്ന തിരക്കാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലാണ് ശരിക്കും ആൾക്കാരൊക്കെ ഉള്ളത്. ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം, ഒരു 3-4 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ട് കയറേണ്ട ഒരു അവസ്ഥയാണ് അവിടെ. ഉള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പാസ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാസിന് ഒരു ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞ് പോയിരുന്നു ഞാൻ അവിടെ എത്തുമ്പോഴേക്കും. പിന്നെ നമ്മളെ കയറുമ്പോൾ എടുത്ത് വന്ന നെയ്വിളക്കൊക്കെ ഈ ഒരു സ്ഥലത്താണ് കത്തിക്കേണ്ടത്. ഇവിടെ ആദ്യമായിട്ട് വന്നതുകൊണ്ട് പിന്നെ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിട്ടുള്ള ആ നെയ്വിളക്ക് എല്ലാവരും കത്തിച്ച് വെക്കുന്ന പോലെ തന്നെ ഇവിടെ കത്തിച്ച് വെച്ചു. പിന്നെ ഇവിടെ തേങ്ങ പൊട്ടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെയാണ് തേങ്ങ നമ്മൾ കൊണ്ടുവന്നിട്ട് തേങ്ങ അടിച്ച് പൊട്ടിക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ഒരു സ്ഥലത്ത് നെയ്വിളക്ക് കത്തിക്കേണ്ടത്. നെയ്വിളക്ക് കത്തിച്ചിട്ട് പിന്നെ അവിടെ തന്നെ നമ്മൾ ചന്ദനത്തിരിയും കൂടെ കത്തിക്കണം കേട്ടോ. പിന്നെ എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ നേരെ ഈ കുളത്തിനടുത്തേക്ക് വന്നത്. കുളം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ കുളം തന്നെയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ആടിനെ ഞാൻ കണ്ടായിരുന്നു. ഒരുപാട് ചെമ്മരി ആടും പിന്നെ ഇതുപോലത്തെ സാധാരണ നമ്മുടെ നാട്ടിൽ വളർത്തുന്ന ടൈപ്പിലുള്ള ആടുകളും പിന്നെ ചെറിയ കുഞ്ഞു ആടുകൾ, ഒരുപാട് ആടുകളുണ്ട് ഇവിടെ. അത് ഇവിടെയുള്ള വേറെ എന്തെങ്കിലും പ്രത്യേകതയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ ഇവിടെയുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരുപാട് നമ്മുടെ ശബരിമലക്കൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പോലെയുള്ള കയ്യിൽ കിട്ടുന്ന ചരടുകൾ, പിന്നെ മോതിരങ്ങൾ, വളകൾ, അമ്പലത്തിൻ്റെ ഈ അമ്മയുടേതായിട്ടുള്ള പ്രത്യേകിച്ചിട്ടുള്ള ഒരുപാട് പ്രത്യേകതയുള്ള കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുളകളിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ആർട്ടിഫിഷ്യൽ വർക്ക് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും വാങ്ങിയിട്ട് കൊണ്ടുപോകാനുള്ളൊരു സിറ്റുവേഷനിലായിരുന്നില്ല ഞാൻ ഉണ്ടായത് അന്നേരം. അതുകൊണ്ട് ജസ്റ്റ് നോക്കി അവിടെ വെച്ചു. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് മുളയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. വാട്ടർ ബോട്ടിലാണ്. കൊള്ളാം, നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. ഇത് ക്ലിപ്പാണ് ഈ കാണുന്നത്. ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. പറയാനാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഒരുപാട് അങ്ങോട്ട് നീട്ടി വലിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.